അത് ഏത് പ്രായത്തിലുള്ളവരായാലും എത്ര കാലം ട്രൈ ചെയ്തതിന് ശേഷമാണ് ഒരു കപ്പിള് നമ്മളൊരു വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി നല്ലൊരു കൺസൾട്ടൻ്റ് അടുത്ത് വരേണ്ടത്? ഒരു 35 വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണെങ്കിൽ ഏകദേശം പ്രഗ്നൻസിക്ക് വേണ്ടി 1 വർഷത്തോളം ട്രൈ ചെയ്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബട്ട് ദെൻ ഒരു 35 വയസ്സിന് മേലെയാണ്, അല്ലെങ്കിൽ യു ഓൾറെഡി ഹാവ് എ ഹിസ്റ്ററി ഓഫ് ഇറഗുലർ പീരീഡ്, അല്ലെങ്കിൽ പെയിൻഫുൾ പീരീഡ്, അല്ലെങ്കിൽ ക്രോണിക് എന്തായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ പ്രീവിയസ് സർജറി, ഇൻഫെക്ഷൻസ്, അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് സെക്ഷൽ പ്രോബ്ലംസ് എന്തെങ്കിലും, അല്ലെങ്കിൽ കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ള ഒരു കപ്പിൾ ആണെന്നാണെങ്കിൽ ഏർലിയർ കൺസൾട്ടേഷൻ, അതായത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വിത്തിൻ 6 months ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്നാണെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈം ഫ്രെയിം വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, യങ് ഏജ് ആയിട്ടുള്ളൊരു കപ്പിളിന് ഒരു 1 year ട്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ ഏകദേശം 80-90% കപ്പിൾസ് നാച്ചുറലി പ്രഗ്നൻ്റ് ആകാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ അവർക്ക് അൺനെസറി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പെൻസീവ് ടെക്നിക്കിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 1 year ടൈം ഫ്രെയിം കൊടുത്തേക്കുന്നതും. ഏജ് കൂടിയിട്ടുള്ള കപ്പിൾ, ബിക്കോസ് ഏജ് കൂടുന്തോറും ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സോ അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏജ് കൂടിയിട്ടുള്ള കപ്പിളിന് ഒരു 6 months ടൈം അല്ലെങ്കിൽ ഒരു 3 months ടൈം എന്ന് പറഞ്ഞൊരു ടൈം ഫ്രെയിം വെച്ച് കൊടുത്തിരിക്കുന്നത്.